ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരി. നമുക്ക് ആദ്യം പൂരിയുടെ പൂരി തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം പാനി തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് റവ, 1 കപ്പ് മൈദ, രണ്ടും ഒരേ അളവിലെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇവ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് അധികം സോഫ്റ്റ് ആകാനും ഹാർഡ് ആവാനും പാടില്ല. കാരണം റവ വെള്ളം വലിച്ചെടുക്കും. ഇനി ഇത് നമ്മൾ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ നമ്മുടെ പൂരി നല്ലവണ്ണം പൊന്തി വരും. നമുക്കിനി ഇതുപോലെ മാവിനെ ഒന്ന് പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുക്കുമ്പോൾ അതും സൂക്ഷിക്കണം. നേർങ്ങനെ തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ മാവ് നല്ലവണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വേഗം ഡ്രൈ ആയി പോകും. അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഇളം നനവുള്ള ഒരു ടവലിൽ ഇതുപോലെ നമുക്ക് നനവുള്ള ടവലിൽ ഇട്ട് വെക്കാം. എങ്കിൽ പിന്നെ പൂരിയെ നമുക്ക് അധികം ഹാർഡായി കിട്ടില്ല. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ പൂരിയെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൂരിയെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ പൂരി പൊന്തി വരണം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായാൽ നമുക്ക് പൂരിയെ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. പൂരി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെല്ലാം മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്വീറ്റ് പാനി തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമായത് ശർക്കര ഉരുക്കി വെച്ചത്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം.
നമ്മുടെ സ്വീറ്റ് പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്രീൻ കളർ പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് കുറച്ച് പുതിനയില ആവശ്യമുണ്ട്. പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, മല്ലിയില, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുത്ത സാധനം കളയരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് പൂരിയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം. ഉരുളക്കിഴങ്ങിൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഗ്രീൻ കളർ പാനി തയ്യാറാക്കാൻ എടുത്ത അതേ മസാല, അരിച്ചെടുത്ത മസാല, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കുക. കുറച്ച് ചാറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ പൂരിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും കൂടെ റെഡി ആയിട്ടുണ്ട്.